രാജ്യത്ത് ആദ്യമായി ഏക സിവിൽ കോഡ് നടപ്പിലാക്കി ഉത്തരാഖണ്ഡ്. മുഖ്യമന്ത്രി പുഷ്കർ ധാമി UCC പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു. ഉത്തരാഖണ്ഡ് സ്വദേശികളായ എല്ലാ വ്യക്തികൾക്കും ഭരണഘടനാപരമായും പൗരൻ എന്ന നിലയിലും എല്ലാവർക്കും ഒരേ നിയമം പ്രദാനം ചെയ്യുന്നുവെന്നും എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട വനിതകൾക്കും തുല്യത ഉറപ്പാക്കുന്നതിനുമാണ് നിയമമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത UCC പോർട്ടലിൽ വിവാഹ രജിസ്ട്രേഷൻ, വിവാഹമോചന രജിസ്ട്രേഷൻ, ലിവ് ഇൻ റിലേഷൻ രജിസ്ട്രേഷൻ, ലിവ് ഇൻ റിലേഷൻ അവസാനിപ്പിക്കാനുള്ള രജിസ്ട്രേഷൻ വിവരങ്ങൾ എന്നിവയ്ക്കായി സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്കാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി UCC പോർട്ടൽ ഉദ്ഘാടനം ചെയ്തത്. വർഗീയ വിഭജനമാണ് BJP ലക്ഷ്യമിടുന്നതെന്ന് കോൺഗ്രസ് വിമർശിച്ചു. ബഹുഭാര്യത്വം, മുത്തലാഖ്, ബാലവിവാഹം, ഹലാൽ എന്നിവ പൂർണ്ണമായും നിരോധിച്ചു. ലിവ് ഇൻ റിലേഷൻഷിപ്പിലടക്കം ജനിക്കുന്ന കുട്ടികൾക്കും സ്വത്തിൽ തുല്യാവകാശം ഉറപ്പാക്കും. വ്യക്തിയുടെ മരണശേഷം വിൽപത്രം ഇല്ലെങ്കിൽ മക്കൾ, ഭാര്യ, മാതാപിതാക്കൾ എന്നിവർക്കായിരിക്കും തുല്യാവകാശം. ലിവ് ഇൻ റിലേഷൻ രജിസ്ട്രേഷൻ വിവരങ്ങൾ അവരുടെ മാതാപിതാക്കളെ അറിയിക്കും. സ്വകാര്യ വിവരങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യും. ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നവരുടെ സുരക്ഷിതത്വവും ഏറ്റവും പ്രധാനമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ലിവ് ഇൻ റിലേഷനിൽ ഉണ്ടാകുന്ന കുട്ടികൾക്കും എല്ലാ അവകാശങ്ങളും ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. കഴിഞ്ഞ വർഷമാണ് ഉത്തരാഖണ്ഡ് നിയമസഭ UCC ബിൽ പാസാക്കിയത്. കഴിഞ്ഞ വർഷം തന്നെ രാഷ്ട്രപതി ബില്ലിന് അനുമതിയും നൽകിയിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കി. ആദിവാസികളെയും മറ്റു ചില പ്രത്യേക സമുദായങ്ങളെയും നിലവിൽ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, പിന്തുടർച്ചാവകാശം മുതലായവയിൽ നിന്ന് സംസ്ഥാനത്തെ എല്ലാവർക്കും ഒറ്റ നിയമമാകും ഇന്നു മുതൽ ബാധകമാകുക. സംസ്ഥാനത്തിന് പുറത്തു താമസിക്കുന്നവരും നിയമത്തിന്റെ പരിധിയിൽ വരും. ഏത് മതാചാരപ്രകാരം വിവാഹം നടന്നാലും 60 ദിവസത്തിനകം UCC പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം, ലിവിംഗ് ടുഗെദർ ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് രജിസ്ട്രേഷൻ നിർബന്ധം എന്നിവയാണ് നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ. ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തവ ഒഴിവാക്കുമ്പോഴും അവ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്നും വ്യവസ്ഥയുണ്ട്. എല്ലാത്തരം വിവേചനങ്ങളും ഇല്ലാതാക്കുകയാണ് UCCയിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ പക്ഷം. അതേസമയം UCCക്കെതിരെ പ്രതിപക്ഷം ശക്തമായ എതിർപ്പ് തുടരുകയാണ്. UCC നടപ്പിലാക്കുക അസാധ്യമാണെന്നും മതാടിസ്ഥാനത്തിൽ ആളുകളെ വിഭജിക്കുകയാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. നാളെ പ്രധാനമന്ത്രി സംസ്ഥാനത്ത് എത്താനിരിക്കെയാണ് നടപടികൾ ഇന്ന് പൂർത്തിയാക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം BJPയുടെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനായി BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലും BJP UCC ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണം ഇനി സജീവമാക്കിയേക്കും.